ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ രീതി വിശദമായി പരിശോധിച്ച് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദച്ചാമിക്ക് ജയിലിന്റെ അഴിമുറിക്കുക എളുപ്പമല്ലെന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. മുൻ DGP ജേക്കബ് പുന്നൂസ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്നിവർ അടങ്ങിയ രണ്ടംഗ സമിതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 ദിവസം പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉൾപ്പെടെ സംസ്ഥാനത്തെ ജയിലുകളിലെ സാഹചര്യം പഠിക്കാൻ മുഖ്യമന്ത്രിയാണ് രണ്ടംഗ സംഘത്തെ ചുമതലപ്പെടുത്തിയത്. ജയിൽ ചാടിയ രീതി സമിതി വിശദമായി പരിശോധിച്ചു. ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. സുരക്ഷാ വീഴ്ചയുണ്ടെന്ന വിലയിരുത്തലിലാണ് സമിതി. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട്. 4 കമ്പികളുടെ 2 അറ്റവും മുറിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് നല്ല ബലമുള്ള കമ്പി മുറിച്ചു മാറ്റാൻ കഴിയില്ല. വൈദഗ്ധ്യമുള്ള ഒരാൾ മുറിച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഇത്രയും ദിവസമെടുത്ത് കമ്പികൾ മുറിച്ചു മാറ്റിയത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സമിതിയുടെ ചോദ്യം. ഇതുൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാക്കുന്ന റിപ്പോർട്ടാകും സർക്കാരിന് നൽകുക. സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലെ സാഹചര്യങ്ങളും രണ്ടംഗ സമിതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് TCV.